നിങ്ങളുടെ മനസാക്ഷിയോട് ഇന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കുക. നമ്മൾ ജീവശ്വാസം പോലെ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ന് സുരക്ഷിതമാണോ? സോഷ്യൽ മീഡിയ തുറന്നാൽ ഭയമില്ലാതെ ഒരു ദിവസമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ രാജ്യം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നൂറ്റാണ്ടുകളായി വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെയും സഹിഷ്ണുതയോടെയും ജീവിച്ച മണ്ണാണിത്. പെരുന്നാളും ഓണവും ഹോളിയും ദീപാവലിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. ബലി കൊടുക്കുന്നവർ അത് ചെയ്തു, അല്ലാത്തവർ അതിനെ ബഹുമാനിച്ചു. ആർക്കും ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ രാജ്യത്തിൻ്റെ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ഇന്ന് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് തങ്ങളുടെ മതപരമായ ആചാരങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഭയത്തോടെയും ആശങ്കയോടെയും മാത്രം കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുംബൈയിലെ മീര റോഡിൽ നമ്മൾ കണ്ടത്. ന്യൂനപക്ഷങ്ങളുടെ ആചാരങ്ങളെ പരസ്യമായി അപമാനിക്കാനും തമ്മിലടുപ്പിക്കാനും ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന നാടകങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. 2014 വരെ ഉണ്ടായിരുന്ന മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി ഭരണഘടനയിലെ പദങ്ങൾ പോലും തിരുത്താൻ BJP തയ്യാറെടുക്കുമ്പോൾ രാജ്യം ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കാണോ പോകുന്നത്? പണ്ട് വന്ന് അധികാരം പിടിച്ച ബ്രിട്ടീഷുകാരും ഇന്ന് രാജ്യം ഭരിക്കുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ഇനിയും മിണ്ടാതിരുന്നാൽ നാളെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ ഒരു രാജ്യം ഉണ്ടാവില്ല. ഈ വിഷയത്തിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സംഭവം ഇതാണ്. ബലിപ്പെരുന്നാൾ വരാനിരിക്കെ അവിടുത്തെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ മുസ്ലിം കുടുംബങ്ങൾ സൊസൈറ്റിയുടെ കൃത്യമായ അനുമതിയോടെ തങ്ങളുടെ ആചാരപ്രകാരം ബലി നൽകാനായി കുറച്ച് ആടുകളെ കൊണ്ടുവരുന്നു. എന്നാൽ ഇത് അവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് സഹിച്ചില്ല. അവർ ഉടൻ തന്നെ ഗോരക്ഷ, ഹിന്ദുരക്ഷ ഗ്രൂപ്പുകളെ അങ്ങോട്ട് വിളിച്ചു വരുത്തി വലിയൊരു വർഗീയ സംഘർഷത്തിനാണ് അവിടെ വഴിമരുന്നിട്ടത്. ശേഷം അവർ അവിടെ ആടുകളെ കെട്ടിയിട്ടതിന് തൊട്ടപ്പുറത്ത് ഒരു പന്നിക്കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി ഇത് മൃഗമല്ല, വരാഹ ദേവനാണെന്നും ഇവിടെ ഞങ്ങൾ പൂജ നടത്തുമെന്നും പറഞ്ഞ് മനഃപൂർവ്വം വലിയൊരു പ്രകോപനം സൃഷ്ടിക്കുന്നു. ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ പരസ്യമായി അപമാനിക്കാനും ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ചോരപ്പുഴ ഒഴുക്കാനും BJPയുടെ പ്രത്യയശാസ്ത്രം പേറുന്ന ഈ സംഘടനകൾ എത്രത്തോളം തരം താഴ്ന്നു എന്നതിന്റെ തെളിവാണിത്. ആടുകളെ പോലെ ഇതിനെയും ബലി നൽകിക്കൂടെ എന്ന് ചോദിച്ച് അവർ വംശീയ അധിക്ഷേപം നടത്തി. ഒടുവിൽ ക്രമസമാധാനം തകരാതിരിക്കാൻ മുസ്ലിം വിഭാഗത്തിന് തങ്ങളുടെ ആടുകളെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. ആ ന്യൂനപക്ഷങ്ങളുടെ സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു വലിയ കലാപം ഉണ്ടാകാതിരുന്നത്. ഇത് കേവലം ഒരിടത്ത് മാത്രം നടന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതാണ് ഇന്നത്തെ BJP ഭരണത്തിന് കീഴിലെ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം. ഇവിടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. വഴിയിൽ 5 മിനിറ്റ് പെരുന്നാൾ നിസ്കാരം നടത്തിയാൽ അത് വലിയ ഗതാഗത തടസ്സമായി ചിത്രീകരിച്ച് കേസെടുക്കുന്ന ഭരണകൂടം. കാൺവർ യാത്രകളുടെയും മറ്റ് ആഘോഷങ്ങളുടെയും പേരിൽ ദിവസങ്ങളോളം ദേശീയപാതകൾ അടച്ചിടുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. കാൺവർ യാത്ര കടന്നു പോകുന്ന വഴിയിലെ മുസ്ലിം പള്ളികൾ തുണി കൊണ്ട് മറച്ചു കെട്ടണം, അവരുടെ കടകൾ അടച്ചിടണം എന്ന് ശാഠ്യം പിടിക്കുന്ന മുസ്ലിം നാമധാരികളുടെ കടകൾക്ക് മുന്നിൽ പേരെഴുതി വെക്കണമെന്ന് പറയുന്ന ഭരണകൂട ഭീകരതയാണ് നമ്മൾ കാണുന്നത്. ഹോളി ആഘോഷങ്ങളുടെ പേരിൽ പള്ളികൾക്ക് നേരെ വിദ്വേഷം ചൊരിയുന്നവർക്കും വഴിപോക്കരായ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർക്കും ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഭരണാധികാരികളും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയാണ്. മനുഷ്യന് എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം കന്നുകാലികളെ അറുക്കുന്നതിന് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഉത്തർപ്രദേശിലും ഹരിയാനയിലുമൊക്കെ പശുവിനെ അറക്കണമെങ്കിൽ അതിന്റെ ജനന സർട്ടിഫിക്കറ്റും പ്രായവും നോക്കി മാതാപിതാക്കളുടെ അനുവാദവും വാങ്ങേണ്ട അവസ്ഥയാണ് എന്ന് പരിഹാസത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു. രാജ്യം മുഴുവൻ ഗോവധ നിരോധനം ഏർപ്പെടുത്തണമെന്ന ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിൽ കൃത്യമായി പെരുന്നാൾ ദിവസങ്ങളിൽ തന്നെ എത്തുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടകളാണ് ഉള്ളത്. ജനങ്ങളെ വികസനത്തിന്റെയോ തൊഴിലിന്റെയോ പേരിൽ ഭരിക്കാൻ കഴിയാത്ത BJP സർക്കാർ എപ്പോഴും മതത്തെയും ഭക്ഷണത്തെയും ആയുധമാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു നിമിഷം നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുക. കൂടുതൽ ദൂരെയൊന്നും പോകേണ്ടതില്ല.
2014 വരെയുള്ള ഇന്ത്യ എന്തായിരുന്നു? നമുക്കിടയിൽ ഇന്ന് കാണുന്നത് പോലെയുള്ള വർഗീയ മതിൽക്കെട്ടുകൾ അന്നുണ്ടായിരുന്നു. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ച ഒരു ജനതയായിരുന്നു നമ്മൾ. ഈദും ഓണവും ക്രിസ്മസും ഒക്കെ ഒരേപോലെ ഒരൊറ്റ മനസ്സോടെയാണ് നമ്മൾ ആഘോഷിച്ചിരുന്നത്. അയൽക്കാരന്റെ വീട്ടിലെ പെരുന്നാൾ ചോറിനും ഓണസദ്യയ്ക്കും ക്രിസ്മസ് കേക്കിനും ഒരേ സ്നേഹത്തിന്റെ രുചിയായിരുന്നു. തങ്ങളുടെ വിശ്വാസവും ആചാരവും തനിമയോടെ നിർവഹിക്കാൻ എല്ലാ പൗരന്മാർക്കും തുല്യമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നമ്മുടെ മതേതരത്വം എന്നത് കേവലം ഭരണഘടനാ പുസ്തകത്തിൽ എഴുതി വെച്ച വരണ്ട വാക്കല്ലായിരുന്നു. അത് നമ്മുടെ സംസ്കാരമായിരുന്നു, നമ്മുടെ ജീവിതമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി ആ പഴയ മതേതര ഇന്ത്യ ഇന്ന് എവിടെയെങ്കിലും ജീവനോടെയുണ്ടോ? ഇല്ല എന്ന് നിങ്ങളുടെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെ കറകളഞ്ഞ വിദ്വേഷ രാഷ്ട്രീയവും മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തെ വേരോടെ പിഴുതെറിയാനുള്ള അവരുടെ ആസൂത്രിത ശ്രമങ്ങളും. ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയവർ, പാർലമെന്റിലിരിക്കുന്ന BJPയുടെ ഉന്നത നേതാക്കൾ ഇന്ന് പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നു അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടനയിലെ മതേതരത്വം എന്ന പദം തിരുത്തുമെന്ന്, അത് മാറ്റി എഴുതുമെന്ന്. എത്ര വലിയ ധിക്കാരമാണിത്! അംബേദ്കറും നെഹ്റുവും ഒപ്പിട്ട ഈ രാജ്യത്തിന്റെ ആത്മാവായ ഭരണഘടനയെ പരസ്യമായി വെല്ലുവിളിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഭരണഘടനയിലെ ആ പദം തിരുത്തുക എന്നാൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ തകർക്കുക, ഇന്ത്യയെ തകർക്കുക എന്ന് തന്നെയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ ഇല്ലാതാക്കി തങ്ങളുടെ ഏകശിലാത്മകമായ വിദ്വേഷ പ്രത്യയശാസ്ത്രം മാത്രം രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ചരിത്രം നമ്മെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ കച്ചവടത്തിനെന്ന പേരിൽ ഇന്ത്യയിലേക്ക് വന്ന കാലം, അവർ വന്നയുടനെ രാജ്യം മുഴുവൻ ഒറ്റയടിക്ക് പിടിച്ചെടുക്കുകയായിരുന്നില്ല. മറിച്ച് അവർ ഓരോ നാട്ടുരാജ്യങ്ങളിലായി ചെന്ന് ഭരണാധികാരികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കി. മതത്തിന്റെയോ പ്രദേശത്തിന്റെയോ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിച്ചു. ആ ഭിന്നിപ്പിലൂടെ അവർ പലയിടങ്ങളിലായി ചെറിയ ചെറിയ അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഒടുവിൽ ആ അധികാരങ്ങൾ ഉപയോഗിച്ച് അവർ ഇന്ത്യയെ മുഴുവൻ നൂറ്റാണ്ടുകളോളം അടിമപ്പെടുത്തി. കൃത്യമായി അതേ തന്ത്രമാണ് ഇന്ന് BJP ഈ രാജ്യത്ത് പയറ്റുന്നത്. ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുക, ഭൂരിപക്ഷത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ വികാരം കുത്തിവെക്കുക, പല സംസ്ഥാനങ്ങളിലായി ഭരണം പിടിച്ച് അധികാരം കേന്ദ്രീകരിക്കുക. അങ്ങനെ രാജ്യത്തുണ്ടാകുന്ന ചോരപ്പുഴയ്ക്ക് മുകളിൽ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ശാശ്വതമായി ഉറപ്പിക്കുക. അന്ന് ബ്രിട്ടീഷുകാർ ചെയ്ത ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രം ഇന്ന് BJP അതേപടി ആവർത്തിക്കുകയാണ്. ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ മനുഷ്യനെ വേട്ടയാടുന്ന ഈ വിദ്വേഷ രാഷ്ട്രീയം രാജ്യത്തെ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ മതേതര ജാഗ്രതക്കുറവും നിശബ്ദതയുമാണ് ഇത്തരം വിദ്വേഷ ശക്തികളുടെ ഏറ്റവും വലിയ കരുത്ത്. നമ്മൾ ഇപ്പോൾ സംസാരിച്ച മീര റോഡ് സംഭവവും ഭരണഘടനാ തിരുത്തലുകളെ കുറിച്ചുള്ള ചർച്ചകളൊന്നും കേവലം ചില വാർത്തകൾ മാത്രമല്ല. അവ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഗൗരവമേറിയ സൂചനകളാണ്. ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിൽ പൗരന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഒരു രാജ്യത്തിനും നല്ലതല്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ പയറ്റിയ അതേ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രം ഇന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് ജാഗ്രത പാലിക്കേണ്ടത്. നമ്മുടെ മതേതരത്വവും പരസ്പര സ്നേഹവുമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. അതുകൊണ്ട് ഇത്തരം വിദ്വേഷ രാഷ്ട്രീയങ്ങളെ തിരിച്ചറിയാനും ജനാധിപത്യപരമായ രീതിയിൽ അതിനെ ചെറുക്കാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ എന്ന ഈ മഹത്തായ സങ്കല്പത്തെ വരും തലമുറയ്ക്കായി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി.